ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് എവരിബഡി. ദിസ് ഈസ് ശ്രീനാഥ് നന്ദിപുലം. ഇന്ത്യൻ 2 ഈ സിനിമ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിരുന്നു ഇതൊരു ബോർ സിനിമയായിരിക്കും, ഇതൊരു ബോംബ് പടമായിരിക്കും, മഹാ അലമ്പായിരിക്കും കാണാനെന്ന്. അപ്പം ഞാൻ ഇന്നത് പോയി കണ്ടപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതൊരു ബോർ സിനിമയാണ്, ഇതൊരു ബോംബ് സിനിമയാണ്, മഹാ അലമ്പ് സിനിമയാണ്. എനിക്ക് തലവേദനയൊക്കെ എടുത്തിട്ടാണ് ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഇനി ഈ പടം ഇഷ്ടമായവരുണ്ടെങ്കിൽ ക്ഷമിക്കുക, എനിക്ക് ഇഷ്ടമായില്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ഇന്ത്യൻ എന്ന് പറഞ്ഞ സിനിമ, ആ സിനിമയ്ക്ക് ഒരു ലെഗസിയൊക്കെ ഉണ്ട്, ഒരു കൾട്ട് ക്ലാസിക്കാണ് തമിഴന്മാരുടെ ഇടയിൽ മാത്രമല്ല, കമലഹാസന്റെ ഇന്ത്യൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നൂറുനാവാണ്. അതിൽ ഈ ഇന്ത്യൻ താത്ത അല്ലെങ്കിൽ സേനാപതി എന്ന് പറഞ്ഞ ക്യാരക്ടർ സ്ക്രീനിൽ വരുമ്പോൾ നമുക്കൊരു പവർ ഫീൽ ചെയ്യും, നമുക്കൊരു എനർജി ഒക്കെ ഫീൽ ചെയ്യും. അങ്ങേര് ജീവിക്കുന്നത് എന്താണ്, ആളുടെ ലെഗസി എന്താണ്, ആളുടെ പർപ്പസ് എന്താണെന്നൊക്കെ നമുക്കൊരു തോന്നൽ വരും. പിന്നെ ആളാണെങ്കിൽ ഒരു ഭയങ്കര സ്ട്രോങ് ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിന്റെ ഒരു ഐഡന്റിറ്റി അതുപോലെ എടുത്തോണ്ട് വന്ന് അങ്ങോട്ട് കുഴിച്ചു മൂടിയിരിക്കുകയാണ് ഈ സിനിമയിൽ, നശിപ്പിച്ചങ്ങോട്ട് കളഞ്ഞേക്കാണ്. എനിക്ക് നല്ലത് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയാം. ഈ സിനിമയിൽ കമലഹാസൻ വളരെ നല്ലതാണ്. ഈ ശങ്കർ എന്താണോ പറഞ്ഞേ അതിന് ആപ്റ്റായിട്ട് വളരെ നല്ല രീതിയിൽ മൂപ്പര് പെർഫോം ചെയ്തിട്ടുണ്ട്. അത് ഗുണത്തിൽ പെട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷെ കമലഹാസൻ വാസ് നൈസ്. പിന്നെ ഈ സിനിമയുടെ കഥ, ആ ഒരു ബേസിക് സ്റ്റോറി ലൈൻ ഉണ്ടല്ലോ, എന്തുകൊണ്ട് ഇന്ത്യൻ എന്ന് പറഞ്ഞ ആ ക്യാരക്ടർ തിരിച്ചു വന്നിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിൻ്റെ സ്റ്റോറി ലൈൻ, അങ്ങനെ തിരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അതിൻ്റെ ബാക്ക് ഫയറിങ് എന്താണ്, അങ്ങനത്തെ ആ ബേസിക് സ്റ്റോറി ലൈൻ ഇല്ലേ, അത് നല്ലതായിരുന്നു. പക്ഷേ ഇതങ്ങോട്ട് എഴുതി പിടിപ്പിച്ച് സ്ക്രീനിക്ക് വന്നപ്പോൾ ആകെ കൊളായി. അതായത് ആ സ്റ്റോറിയുടെ സ്ക്രിപ്റ്റ് ആൻഡ് അതിൻ്റെ എക്സിക്യൂഷൻ നമ്മൾ വെറുത്തു പോവും. ആ ലെവലിൽ ചെയ്തു വെച്ചേക്കണേ എനിക്കിഷ്ടമായില്ല. ഈ സിനിമയുടെ ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഓരോ മൊമെന്റിന്റെ സ്റ്റേജിങ് ഉണ്ട്. അതിങ്ങനെ വന്ന് സ്റ്റേജ് ചെയ്യുന്ന ഒരു രംഗമുണ്ടല്ലോ, അപ്പൊ നമുക്ക് തരിപ്പ് വരണം, നമുക്ക് ആവേശം വരണം, ഒരു കുന്തവും വരണില്ല. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്തെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അടക്കം എല്ലാം പോരായിരുന്നു. ഈ ശങ്കറിന്റെ പ്രീവിയസ് സിനിമകളിൽ വരുന്ന ടൈപ്പ് ഓഫ് മ്യൂസിക് അനിരുദ്ധ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ സ്റ്റേജിങ് നന്നായാലല്ലേ മ്യൂസിക്കിന് ഒരു ഇമ്പാക്ട് വരുള്ളൂ. അനിരുദ്ധിന്റെ റീസെന്റ് ടൈമിലെ ഒരു മോശം വർക്കാണ് ഇന്ത്യൻ. അത് അനിരുദ്ധിനെ മാത്രം ഞാൻ മുഴുവൻ കുറ്റം പറയില്ല. ഈ സാധനത്തിന് BGM ഒക്കെ കൊടുത്ത് നന്നാക്കണതിന് ഒരു പരിധിക്ക് ഉണ്ടല്ലോ. പിന്നെ ഇതിലത്തെ ഒരു പ്രധാനപ്പെട്ട കാസ്റ്റിംഗ് ആണ് സിദ്ധാർത്ഥിന്റെ പോർഷൻസ്. സിദ്ധാർത്ഥ് വളരെ നന്നായിട്ട് തന്നെ അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട്, നല്ല കൺവിൻസിങ് ആയിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ വീണ്ടും പറയാണ്, ഈ സിനിമയുടെ റൈറ്റിംഗ്, എഴുത്ത് മോശമായതുകൊണ്ട് അതിനൊന്നും കാര്യമായിട്ടൊരു ഇമ്പാക്റ്റ് വരുന്നില്ല. എന്നാലും മനസ്സിനെ എവിടെയെങ്കിലൊക്കെ ഒന്ന് തൊട്ടത് ഈ സിദ്ധാർത്ഥിന്റെ പോർഷൻസിൽ കുറച്ച് ഭാഗങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ കമലഹാസന്റെ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ, ആ ഇന്ത്യൻ താത്തയ്ക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ടായിരുന്നു, മറ്റേ മുണ്ടും വേഷ്ടിയും ആ സാധനമൊക്കെ ഇട്ടിട്ട്. അതൊക്കെ കളഞ്ഞ് അങ്ങേര് മുടി നീട്ടി വളർത്തുന്നു, മീശ വയ്ക്കുന്നു, മീശയും താടിയും വയ്ക്കുന്നു, അങ്ങനെ പ്രച്ഛന്ന വേഷം നടത്തി ആ ക്യാരക്ടറിനെ കണ്ട് നശിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും പോരാണ്ട് സിനിമയുടെ അവസാനം ഇന്ത്യൻ 3യുടെ ഒരു ട്രെയിലർ ഇൻ ദ സെൻസ് കുറെ ഗ്ലിംസസ് കാണിക്കുന്നുണ്ട്, എന്താ വരാൻ പോണെന്ന്. ഒരു 2 മിനിറ്റ് 2.5 മിനിറ്റ് ആയിട്ട് ലെങ്ത് ഉള്ള അടുത്ത സിനിമ കഴിഞ്ഞ് എന്തുണ്ടാവുന്നു എന്നും പറഞ്ഞിട്ട്. കാരണം ഈ പടം ഒരു ക്ലിഫ് ഹാങ്ങറിൽ അവസാനിക്കണ, ഇത് ഇവിടെ തീരണമെന്നില്ല. അപ്പൊ അടുത്തതിൽ എന്തുണ്ടാവും എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ കണ്ടതിനേക്കാളും ഡബിൾ ആയിട്ടാണ് എനിക്കത് തോന്നിയത്. ഇറങ്ങി ഞാൻ പോയി കാണും, കാരണം കാണണമല്ലോ, നമ്മുടെ പരിപാടി അതാണല്ലോ. എന്നാലും എങ്ങനെ അത് കാണുന്ന ഞാൻ ആലോചിക്കണേ. വരവ് കണ്ടിട്ട് അത് ഇതിനെ വെല്ലും. ഇന്ത്യൻ 1ലെ സ്കോറും പാട്ടുകളൊക്കെ അടിപൊളിയാണ്, ഹിറ്റാണ്. എല്ലാ പാട്ടുകളും വമ്പൻ ഹിറ്റാണ്. AR റഹ്മാൻ എന്തോ മുൻകൂട്ടി കണ്ടിട്ട് ഈ സിനിമയിൽ നിന്ന് ഔട്ടായ പോലെയായിട്ട് എനിക്ക് തോന്നിയത്. ഭാഗ്യാണ്, അങ്ങേരുടെ ആ ലെഗസി അത് കേടാവാണ്ട് അവിടെ തന്നെ നിൽക്കണ്ടല്ലോ എന്നുള്ളതൊരു സമാധാനം. ഈ തകർന്നുപോയ സിസ്റ്റത്തിനെതിരെ, അനീതിക്കും അഴിമതിക്കും അക്രമത്തിനെതിരെ നല്ലവനായ ഒരാൾ വന്ന് പോരാടുന്നത് ഓൺ സ്ക്രീനിൽ കാണാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇന്ത്യൻ 2 പോയി കണ്ടോ. പക്ഷെ എനിക്ക് തോന്നണില്ല അതിൽ സ്ക്രീനിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മളത് ഇവിടെ കൊണ്ടിരിക്കുന്നുള്ളത്. എനിക്ക് തോന്നണില്ല, എനിക്ക് കിട്ടിയില്ല ഒന്നും. ഞാൻ ചെന്നൈയിൽ ഒരു ഫുൾ പാക്ക്ഡ് തമിഴ് ഓഡിയൻസിന്റെ ഒപ്പം ഈ സിനിമ ഇരുന്ന് കണ്ടത്. ഒരു സ്ഥലത്ത് പോലും ഉണ്ടായിരുന്നു, ഇയാളുടെ ഫസ്റ്റ് എൻട്രിയിലൊക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ ഒരു സ്ഥലത്ത് പോലും ഒരു വിസിലടിയോ കയ്യടിയോ ആർപ്പുവിളിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ഇന്ത്യൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ വന്നതിന് ശേഷം ഈ സിനിമയുടെ നിലവാരം ഇങ്ങനെ പോയി കണ്ടു നോക്ക്. ഞാൻ പറഞ്ഞതിൽ എന്തൊക്കെ പെശകുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ശരിയുണ്ടെന്നൊക്കെ ഒന്ന് കണ്ടിട്ട് പറ, താഴെ കമന്റ് ചെയ്യും. അടുത്ത സിനിമയുടെ വിശേഷമൊക്കെ ആയിട്ട് വീണ്ടും വരാം. ഇനി ഇതിന്റെ ഹാങ് ഓവർ പോകാൻ വേറെ ഏതെങ്കിലും നല്ലൊരു പടം ഇരുന്ന് കാണണം. അതാണ് അവസ്ഥ.